ഇന്ന് നമുക്ക് അപ്ഡേറ്റിലുണ്ടായ ഒരു കാര്യം, ഈ കുന്നിൻ്റെ ഹൈറ്റ് വ്യത്യാസം സംബന്ധിച്ചൊരു കണക്ക് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. നേരത്തെ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന കുന്നിൻ്റെ ഒരു പൊതുസ്ഥിതിയും ഇപ്പോൾ ഡബ്രിയും സാൻഡും വന്ന് മൂടിയതിന് ശേഷമുള്ളൊരു കണക്കും കൂടി എടുത്തിട്ട് അതിൻ്റെ ഒരു തുലനം നമ്മൾ നോക്കി. -2 മീറ്റർ മുതൽ 10 മീറ്റർ വരെയുള്ള വ്യത്യാസമാണ് പലയിടത്തും കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ കൂടുതലായി റഡാറുകളുടെ സാന്നിധ്യത്തിലോടുകൂടി കൂടുതലായി മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക പരിശോധന കൂടി ഇന്ന് നടത്തുന്നുണ്ട്. 6 സോണുകളായി തിരിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം ഓരോ സോണുകളും ക്ലോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന തരത്തിലേക്ക് നമ്മളിപ്പോൾ കേന്ദ്രീകരിക്കുകയാണ്. അതനുസരിച്ച് പുഞ്ചിരിമറ്റായിരിക്കും ആദ്യം തെരച്ചിൽ കഴിയാവുന്നൊരു കേന്ദ്രം. അവിടെയുള്ള GIS കോർഡിനേറ്റർ അനുസരിച്ചിട്ടുള്ള കെട്ടിടങ്ങളിലെ മണ്ണ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലായത്. അതായത് പുഞ്ചിരിമട്ടത്തെ തെരച്ചിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ക്ലോസ് ചെയ്യാൻ പറ്റില്ല. തെരച്ചിൽ ക്ലോസ് ചെയ്യുന്ന പ്രശ്നമില്ല. തെരച്ചിൽ എല്ലാ പരിശോധനയും നടത്തി മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ക്ലോസ് ചെയ്യുള്ളൂ. എങ്കിലും ഈ ചെറിയ ചെറിയ പ്ലേസുകൾ ഉൾപ്പെടെ ആദ്യം ക്ലിയറാക്കി വരുന്നതിൽ ആദ്യഘട്ടത്തിലേക്ക് പുഞ്ചിരിമറ്റം കിടക്കുകയാണ്. അവിടെ കുറെ കൂടി മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പ്രദേശത്തും അത് ഉണ്ടാക്കി ഒരു റൗണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷമേ തെരച്ചിലിനെ കുറിച്ച് പറയുള്ളൂ. നാളെ വൈകുന്നേരത്തോടു കൂടി മിസ്സിങ്ങിൻ്റെ ഏതാണ്ട് സമ്പൂർണ്ണമായ കണക്ക് കൂടി നമുക്ക് കിട്ടും. അതുകൂടി വെച്ചുകൊണ്ടായിരിക്കും ആ പരിശ്രമം നമ്മൾ പുനർശ്ചേരിക്കും. 200-ലധികം എന്നൊരു റഫായിട്ടുള്ള കണക്കാണ് കാണാതായവരെ കുറിച്ചുള്ളത്. അതിൽ ഒരു പൂർണ്ണ വ്യക്തത ആയിട്ടുണ്ടോ? വരാൻ പറ്റില്ല. അതിൽ ചിലത് വീണ്ടും കണ്ടെത്തപ്പെട്ടവരുടെ ലിസ്റ്റിൽ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പോകുന്നവർ, ക്യാമ്പിൽ വന്ന് പെട്ടെന്ന് തിരിച്ചു പോയവർ, ആശുപത്രി കടന്നവർ, അതുകൂടി ഒന്ന് ഓരോ പേരുകളായി ക്ലിയർ ആക്കിയാൽ മാത്രമേ അവസാനത്തെ എണ്ണം കിട്ടുള്ളൂ. അത് നാളെ വൈകുന്നേരത്തോടു കൂടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തകർ ഭക്ഷണത്തിന്റെ ദൗർലഭ്യം പറയുന്നുണ്ട്. റവന്യൂ വകുപ്പ് എടുത്ത നടപടികളുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം തെറ്റായ ഒരു കാര്യമാണത്. സന്നദ്ധ പ്രവർത്തകരെ ചിലയിടങ്ങളിൽ പോലീസ് തടുത്തു എന്ന വാർത്ത ഞങ്ങൾ കേട്ടു. ഒറ്റ പ്രശ്നമേ നേരത്തെ പറഞ്ഞിരുന്നുള്ളൂ. ഒന്ന്, ഹൈജീനിക്കായ ഭക്ഷണം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഉത്തരവാദിത്വത്തോടെയും മേൽനോട്ടത്തോടെയും കൊടുക്കണം, മാക്സിമം ഭക്ഷണം. രണ്ടാമത്തെ കാര്യം, വാഹനങ്ങളിൽ ഈ ഭക്ഷണ പൊതികളുമായി ധാരാളമായ വണ്ടികൾ വരുന്നതൊന്ന് കുറവ് ചെയ്യണം. ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഉച്ചയോടുകൂടി പരിഹരിക്കും. സന്നദ്ധ പ്രവർത്തകരെ നമുക്ക് ഇവിടെ കള്ളാടിയിൽ ഒരു പള്ളിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അത് പൂട്ടിച്ചു വൈറ്റ് ഗാർഡിന്റെ. അല്ല, അത് അത്തരം കാര്യങ്ങളിലൊക്കെ തിരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കും. ബന്ധപ്പെട്ടവരോട് കൂടിയാലോചിച്ചാലേ ആ കാര്യത്തിൽ കൃത്യത കിട്ടുള്ളൂ. അത് പെട്ടെന്ന് കൂടിയാലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. താങ്ക് യു.